ഇന്ത്യ റഷ്യ ബന്ധം ഓരോ ദിവസം ചെല്ലുംതോറും കനക്കുകയാണ്. റഷ്യ നമ്മുടെ രാജ്യത്തിന് Su-57 യുദ്ധവിമാനങ്ങൾ നൽകുന്ന ഏറ്റവും പുതിയ വാർത്തകൾ വരെ നാം ഏവരും കേട്ടതാണ്. എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നറിയാമോ? ഇന്ത്യ റഷ്യ ബന്ധത്തിന് തടയിടാൻ ട്രംപ് ഒരുപാട് ശ്രമിച്ചുവെങ്കിലും നമ്മുടെ മോദിയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് സത്യം. ഉയർന്ന നിശ്ചയദാർഢ്യവും ദൃഢമായ ആത്മവിശ്വാസവുമുള്ള നേതാവാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന കാര്യം ട്രംപിന് വളരെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കുന്നത് നല്ല ബുദ്ധിയല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ട്രംപ് തന്റെ പദ്ധതികൾ അല്ലെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങാതെ വന്ന സാഹചര്യത്തിലാണ് തീരുവ പ്രശ്നമൊക്കെ ഉടലെടുക്കുന്നത്. വലിയ തീരുവ നിരക്കുകൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയെങ്കിലും പ്രതിരോധ വ്യവസായ ബന്ധങ്ങൾ ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്നു എന്നത് വേണം നാം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അമേരിക്കൻ നിർമ്മിത പ്രഡേറ്റർ ഡ്രോണുകൾ വരാൻ പോവുകയാണ്. വെറും ഡ്രോണുകളല്ലേ എന്ന് ആലോചിച്ച് ചെറുതാക്കി കാണേണ്ട കാര്യമില്ല. കാരണം ഇത് സാധാരണ ഡ്രോണുകളല്ല. പിന്നെ എന്തുതരം ഡ്രോണുകളാണിവ? പറഞ്ഞുതരാം. ഇതിനെ ഒരു ആളില്ല ആകാശ വാഹനമായി തന്നെ കണക്കാക്കണം. ഇവ ആകാശത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ദീർഘനേരമുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ രഹസ്യ അന്വേഷണം, വിവരശേഖരണം, ലക്ഷ്യമിട്ട വ്യോമാക്രമണങ്ങൾ എന്നിവയ്ക്കായാണ് ഇവയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലക്ഷ്യങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യുന്നതിനായി ഉയർന്ന റെസല്യൂഷൻ ക്യാമറകളും നൂതനമായ സെൻസറുകളും ഇവയിലുണ്ട്. അതുപോലെ തന്നെ മിസൈലുകളും ഇവയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന്റെ നിയന്ത്രണം ഭൂമിയിൽ നിൽക്കുന്ന ഒരാളിന് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകുമെന്നത് ഇതിന്റെ ഒരു ഗുണവശമാണ്. ഇന്ത്യയും അമേരിക്കയും ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച 31 MQ-9B പ്രഡേറ്റർ ഡ്രോണുകൾക്കായി ഏകദേശം $4 ബില്യൺ വിലമതിക്കുന്ന ഒരു വമ്പൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചെറിയ കരാറല്ല, ഒരു ഭീമൻ കരാർ തന്നെയാണ് എന്നത്. ഇത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംഭരണങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്നു. 2024 ഒക്ടോബറിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. അതുപോലെ തന്നെ ഇത് വെറും ഡ്രോണുകളുടെ കൈമാറ്റം മാത്രം നടക്കുന്ന ഒരു കരാർ ഒന്നുമല്ല കേട്ടോ. നൂതന ആയുധങ്ങളും ഇന്ത്യക്കുള്ളിൽ അറ്റകുറ്റപ്പണി, ഓവർഹോൾ സൗകര്യങ്ങൾ സ്ഥാപിക്കലും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. കരാറിലൂടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് 15 സീ ഗാർഡിയൻ വകഭേദങ്ങൾ ലഭിക്കും. അതായത് സമുദ്ര സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഡ്രോൺ വകഭേദമാണ് സീ ഗാർഡിയൻ ഡ്രോണുകൾ. അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങളടക്കം സീ ഗാർഡിയൻ ഡ്രോണുകൾക്ക് ചെയ്യാനാകുമെന്നതാണ്. ഇതിൽ ശേഷിക്കുന്നത് 16 സ്കൈ ഗാർഡിയൻ ഡ്രോണുകളാണ്. അതിൽ 8 എണ്ണം വ്യോമസേനയ്ക്കും ബാക്കി വരുന്ന 8 എണ്ണം ഇന്ത്യൻ സൈന്യത്തിനും കൈമാറുമെന്നതാണ് മനസ്സിലാക്കുന്നത്. സീ ഗാർഡിയൻ പോലെ തന്നെ സ്കൈ ഗാർഡിയൻ എന്നത് സിവിലിയൻ എയർ സ്പേസിൽ പറന്നു നടക്കുന്ന പൈലറ്റിന് സാഹചര്യ അവബോധം നൽകി വേണ്ട തീരുമാനമെടുക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഡ്രോണാണ്. ഈ ആളില്ല ആകാശ വാഹനങ്ങൾ നമ്മൾ നേരത്തെ പാട്ടത്തിനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മുൻകാല പ്രവർത്തന അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിന്റെ ഈ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നതെന്ന് പറയണം. UAV ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ജനറൽ അറ്റോമിക്സ് ഭാരത് ഫോർജ് ലിമിറ്റഡുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ US പ്രതിരോധ സഹകരണത്തിലെ ദീർഘകാല തടസ്സങ്ങൾ മറികടക്കാൻ ഈ കരാർ വഴിതെളിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇനി എപ്പോഴാണ് ലഭിക്കുക? ഡെലിവറികൾ 2029 ജനുവരിയിൽ ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. കരാറിന് ശേഷം 51 മാസത്തിനുള്ളിൽ ആദ്യ യൂണിറ്റും 2030 സെപ്റ്റംബറോടെ പൂർണ്ണ ഫ്ലീറ്റും എത്തിച്ചേരും. ഇതിൽ 10 ഡ്രോണുകൾ നമുക്ക് ലഭിക്കുക പ്രവർത്തിപ്പിക്കാവുന്ന അവസ്ഥയിൽ തന്നെയായിരിക്കും. ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ സ്വന്തമായി അസംബ്ലി ചെയ്യുമെന്നതാണ്.